കേരളത്തിലെ നിരത്തുകളിൽ ചരിത്രം കുറിച്ച് ജൈത്രയാത്ര തുടരുന്ന വണ്ണസിന്റെ ചരിത്രകഥ. ഏഴക്ഷരത്താൽ കേരളത്തിന്റെ നിരത്തുകളിൽ വിസ്മയം തീർത്ത വണ്ണാസിന്റെ കഥ തുടങ്ങുന്നത് 2008 സ്വന്തമായി ഒരു ബസ് വാങ്ങണമെന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നത്തിൽ നിന്നുമാണ്. തന്റെ മകന്റെ ആഗ്രഹത്തിന്റെ ആഴം മനസ്സിലാക്കിയ അച്ഛൻ മകന്റെ പിറന്നാൾ ദിനത്തിന് സമ്മാനമായി നൽകിയത് ഒരു ചേസിൽ നിന്നുമാണ് 2008 ചരിത്രയാത്ര തുടങ്ങിയ വണ്ണാസിന്റെ കഥ ആരംഭിക്കുന്നത്. വണ്ണാസ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ പാഠമാണ്. വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനം കൊണ്ടും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിനുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന ബസ്സുകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ നന്ദിയോർത്ത വണ്ണാസിന്റെ പൊരുതി നേടിയ വിജയകഥ. ആദ്യ ബസ് വോജസിൽ നിന്നുമാണ് ഇറക്കിയത്. അതിനുശേഷം 2011 പ്രകാശിൽ നിന്നും ഷെറോൺ ബോഡിയിൽ നിർമ്മിച്ച കിങ്ഫിഷർ എഡിഷൻ വണ്ണാസ് നിരത്തിലിറക്കി. പിന്നീട് എല്ലാ വർഷവും ഓരോ ബസ് വീതം. 2012 റെഡ് ബുള്ളും 2013 ഗ്രാസ് ഹോപ്പറും. അവിടെ നിന്ന് അവർ ബസ് പ്രേമികളുടെ മനസ്സിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. 2013 ഗ്രാസ് ഹോപ്പർ എന്ന വിജയത്തിന് പിന്നാലെ 2014 ടൈഗർ എന്ന എഡിഷനും വണ്ണാസ് നിരത്തിലിറക്കി. 2015 ബസ്സുകൾക്കിടയിൽ മത്സരം തുടങ്ങിയ വർഷം. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വണ്ണാസ് ആ 2 എഡിഷനുകളും നിരത്തിലിറക്കി. കോക്ടെയിൽ ആൻഡ് ഹണി ബീ. ബസ് പ്രേമികളുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ തന്നെ 2016 സെലിബ്രേഷൻ ആൻഡ് ത്രില്ലർ എന്ന 2 ബസ്സുകളും വണ്ണാസ് നിരത്തിലിറക്കി. കേരളത്തിലെ നിരത്തുകളിൽ വിപ്ലവം നിറഞ്ഞതായ ആറ്റം സൃഷ്ടിച്ചതായ വണ്ണാസിന്റെ 10ാമത്തെ അവതാരം, അത് ദശാവതാറായിരുന്നു. അവൻ കേരളം മുഴുവൻ ഒരു പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. ബസ്സുകളുടെ നിയമം കർശനമാക്കിയ സമയത്തും അടിപതറാതെ പിടിച്ചു നിന്ന വണ്ണാസ് രാവണും ത്രിലോക്കും നിരത്തിലിറക്കി. അതും വൻ വിജയമായിരുന്നു. ഒരു മോഡിഫിക്കേഷനും ഇല്ലാതെ വണ്ടി ഇറങ്ങിയിട്ടും ആ വണ്ടി ഇത്രമാത്രം വിജയകരമായി തീരണമെങ്കിൽ വണ്ണാസിന്റെ സ്ഥാനം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിലവിലിന്ന് കോക്ടെയിൽ, ഹണിബീ, സെലിബ്രേഷൻ, ത്രില്ലർ, ദശാവതാർ, രാവൺ, ത്രിലോക് എന്നീ 7 ബസ്സുകളാണ് വണ്ണാസിന് ഉള്ളത്. ചരിത്രവും ചരിത്രത്തിന്റെ ചരിത്രവുമുള്ള വണ്ണാസ് വണ്ടിപ്രാന്തന്മാരുടെ മനസ്സ് കീഴടക്കിയ ഒരു സാമ്രാജ്യം തന്നെയാണ്. നിങ്ങൾ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടുവന്നിരിക്കുന്ന ഗുണ്ടകളെ പോലെ അല്ല, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഈ സാധാരണക്കാരാണ് ഇവന്റെ പടയാളികൾ.